ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ട് അല്ലെങ്കിൽ പ്ലേസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം തന്നെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് നമ്മുടെ ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന്. മറ്റെവിടെയല്ല, നമ്മുടെ സ്വന്തം അയ്യമ്പാറയാണ്. ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു തെളിച്ചം വന്നതിന് ശേഷമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലൈമറ്റ് കണ്ടീഷനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 അടി ഉയരത്തിൽ ഏക്കറോളം പരന്നു കിടക്കുന്ന പാറക്കെട്ടുകളാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. പോകുമ്പോൾ തന്നെ നമുക്ക് പ്രവേശന കവാടമൊക്കെ കാണാൻ സാധിക്കും. പണ്ട് ഈ ഭാഗത്തൊക്കെ വണ്ടികളൊക്കെ വരുമായിരുന്നു കേട്ടോ. ഇപ്പോഴും വണ്ടികളൊക്കെ കയറ്റാറുണ്ട്. താഴേക്ക് അങ്ങനെ കയറി പോവാറില്ല. ഇവിടെയായിട്ട് ഒരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുമ്പം കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കാലൊക്കെ സ്ലിപ്പാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. മഹാഭാരതത്തിലെ പാണ്ഡവർ വനവാസ കാലങ്ങളിൽ ഇവിടെ താമസിച്ചിരുന്നു എന്നൊക്കെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, കുറേയധികം ഐതിഹ്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു പ്ലേസ് കൂടിയാണ് നമ്മുടെ ഈ ഒരു അയ്യമ്പാറ. 20 മുതൽ 40 ഏക്കറോളം പരന്നു കിടക്കുന്ന പാറകളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. 3 വശങ്ങളിലും വലിയ ഗർത്തങ്ങളും താഴെയായിട്ട് നമുക്ക് മനോഹരമായ ഗ്രാമങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഞാനും വിചാരിക്കും കേട്ടോ, ഈ അയ്യമ്പാറ എന്നൊരു പേര് വരാൻ കാരണം എന്താണെന്ന്. വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് 5 പാറകളിൽ നിന്ന് ആ ഒരു ടേമിൽ നിന്നിട്ടാണ് അയ്യമ്പാറ എന്നൊരു പേരിലേക്ക് വന്നതെന്നാണ്. എന്തുകൊണ്ടാണ് 5 പാറ എന്നുള്ളത്, എങ്ങനെ അയ്യമ്പാറയായി വന്നെന്ന് നോക്കിയിട്ട് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. പാറയോട് ചേർന്ന് ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അതും പാണ്ഡവർ പണി കഴിപ്പിച്ച ക്ഷേത്രം. ഇവിടെ ചെറിയ മരങ്ങളൊക്കെ കൂടി നിന്നിട്ട് നമുക്കൊരു കാടിൻ്റെ ഫീല് തരുന്ന ഒരു ചെറിയൊരു മിനി ഫോറസ്റ്റ് ഏരിയ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ഈരാറ്റുപേട്ട, പാല ഒക്കെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. അയ്യപ്പാറയുടെ എക്സാക്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഏർലി മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ വരുന്നതാണ് നല്ലത് കേട്ടോ. ഈ ഒരു ടൈമിങ്ങിലാണ് നമുക്ക് ഈ ഒരു പ്ലേസിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. സൺസെറ്റ് കാണാനും ഫോട്ടോഷൂട്ടിനും കാറ്റുകൊണ്ടിരിക്കാനൊക്കെ ധാരാളം ആളുകൾ എത്തുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഇല്ലിക്കക്കല്ലിൻ്റെ മനോഹരമായ ദൂര കാഴ്ചകൾ ഇവിടെ നിന്നാലും നമുക്ക് ലഭിക്കും. മുൻപ് ഇവിടം ഘോരവനമായിരുന്നു എന്നാണ് ഐതിഹ്യം. പാറയുടെ ഒരു ഭാഗത്തുള്ള വലിയ കുഴി ഭീമന്റെ കാൽപ്പാടാണെന്ന് വിശ്വസിക്കുന്നു. പാറക്കെട്ടുകളും അമ്പലവും അതിനോട് ചേർന്ന് അമ്പലക്കുളവും കാണാൻ എന്ത് ഭംഗിയാണ്. മുൻപ് ഞങ്ങളിവിടെ വന്നപ്പോൾ നിറച്ച ആമ്പൽപ്പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം പോയപ്പം ആമ്പലുകളൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇല്ലിക്കക്കല്ലിൻ്റെ അത്രയും പ്രാധാന്യം ഈ അയ്യമ്പാറയ്ക്ക് ലഭിക്കാത്തതെന്ന് എനിക്ക് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ്. രാവിലെയൊക്കെ വരികയാണെങ്കിൽ മഞ്ഞൊക്കെ മൂടി ഒരു പ്രത്യേക ഭംഗിയാണ്. വൈകുന്നേരം ആണെങ്കിൽ ആ ഒരു സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് രസമാണ് ഈ ഒരു സ്പോട്ടിൽ. നിങ്ങൾ ഒരു തവണ വന്നാൽ നിങ്ങൾ വീണ്ടും ഈ ഒരു പ്ലേസിൽ തീർച്ചയായിട്ടും വരും. ഇല്ലിക്കക്കല്ലിൻ്റെ മനോഹരമായ ദൂരക്കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇതാ കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ മഞ്ഞുകളാൽ മൂടപ്പെട്ട മലകൾ. അയ്യമ്പാറയുടെ അതിമനോഹരമായ ഈ സുന്ദര കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം.
അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരയ്ക്കും ബൈ. താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.